വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറെ വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അത് തിന്നു. ചിലത് മണ്ണധികമില്ലാത്ത പാറമേൽ വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്തു വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവുകൾ നൽകി. അന്നമ്മച്ചേട്ടത്തി ഇതെന്നാ കയ്യിലിരിക്കുന്നേ? വീട്ടിനകത്താകെ ഒച്ചയും ബഹളവും ഒക്കെയാ. സ്വസ്ഥമായിട്ടൊന്ന് ബൈബിള് വായിച്ച് മനസ്സിലാക്കാൻ ഇറങ്ങിയതാ. നിങ്ങളൊന്ന് ഇരിക്ക്. അമ്മച്ചിക്ക് എന്തോ വല്ല പരീക്ഷ ഉണ്ടോ? ഉണ്ട് മോനെ, പരീക്ഷ. ഇത് കണ്ടോ? 100 മേനി. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പരിപാടിയാ 100 മേനി. എനിക്ക് തൈലച്ചൻ തന്നതാ. എനിക്കും കൂടാമോ അമ്മച്ചി? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ ഭാഗ്യവാന്മാർ. അന്നമ്മച്ചേട്ടത്തിയെ, ഈ വചനം പഠിക്കുന്നോണ്ട് എന്തൊക്കെയാ പ്രയോജനങ്ങൾ? വചനം ജീവദായകമാണ്. വചനം സൗഖ്യദായകമാണ്. അസ്ഥിയിലും മജ്ജയിലും മാംസത്തിലും തുളച്ചു കയറുന്നതാണ് വചനം. അന്നമ്മച്ചേട്ടത്തിയെ, എന്റെ വീട്ടില് ഒരു സമാധാനവും ഇല്ല, സന്തോഷവും ഇല്ല. ആ വചനം വായിച്ചാൽ എന്റെ പ്രശ്നങ്ങൾ തീരുമോ ചേട്ടത്തിയെ? തോമാച്ച, ഇന്ന് മുതൽ വചനം വായിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് നൽകുന്ന സമാധാനം നിന്റെ വീട്ടിൽ നിറയും. അമ്മച്ചി, എനിക്കും വേണം അമ്മച്ചി 100 മേനി. തോമാച്ചനും മാത്തപ്പനും ആര്യങ്കാവ് സെന്റ് മേരീസ് ദേവാലയത്തിലെ വികാരിയച്ഛന്റെ അടുത്തേക്ക് ഓടിക്കോ. പുസ്തകം തീരാറായി. 100 മേനി സീസൺ 2. വചനം ഹൃദയത്തിലും വചനം ജീവിതത്തിലും.